Composition of two functions. രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എന്ന ഓപ്പറേഷൻ അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ഡെഫിനിഷൻ. ഗിവൺ ടു ഫങ്ഷൻസ് g and f. The composition of g and f, it is denoted by g composition f. Is the function defined by g composition f of x equal to g of f of x. The domain of g composition f is the set of all x in the domain of f for which f of x is in the domain of g. So, we have two functions g and f. G composition f of x means it is g of f of x. അതായത് എഫ് ആദ്യം നമ്മൾ എക്സ് എന്ന വേരിയബിൾ നമ്മൾ എഫ് ആദ്യം അപ്ലൈ ചെയ്യുന്നു, എഫ് എന്ന ഫംഗ്ഷൻ. ദെൻ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടും. ദെൻ അതിൽ നമ്മൾ ജി അപ്ലൈ ചെയ്യുന്നു, ജി എന്ന ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ഓർ ജി കോമ്പോസിഷൻ എഫ്. അതുകൊണ്ട് തന്നെ ദ ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് നമ്മൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുന്നത് എക്സിലാണ്. ഈ ആ എക്സിൽ നമ്മൾ എഫ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് അത് ഡൊമൈൻ ഓഫ് എഫിലുള്ള എലമെൻസ് ആണ്. ഡൊമൈൻ ഓഫ് എഫിലുള്ള എല്ലാ എലമെൻസും ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈനിൽ ഉണ്ടാവില്ല. എങ്ങനെയുള്ള എലമെൻറ്റ്സ്? ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് അതായത് എഫിൻ്റെ റേഞ്ച് ഈസ് ഇൻ ദ ഡൊമൈൻ ഓഫ് ജി. അതായത് എഫ് ഓഫ് എക്സിൻ്റെ എഫ് എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലുള്ള പോയിൻറ്റ്സ് ആയിരിക്കും. അതേസമയം എഫിൻ്റെ റേഞ്ച് ഡൊമൈൻ ഓഫ് ജിയിൽ ഉണ്ടാവുകയും വേണം. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ എലമെൻസിനെയാണ് നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വി ഹാവ് ഒരു എക്സ് എന്ന് പറയുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, എക്സുകൾ കണ്ടെയ്ൻ ചെയ്ത പോയിൻറ്റ്സ് ഡൊമൈൻ ഓഫ് എഫിൽ. ദെൻ അതിൽ നമ്മൾ എഫ് അപ്ലൈ ചെയ്യുന്നു. എഫ് അപ്ലൈ ചെയ്യുമ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ദെൻ നമുക്ക് എഫ് ഓഫ് എക്സുകൾ കിട്ടും. ഇവിടുത്തെ ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എഫ് ഓഫ് എക്സുകൾ കിട്ടും. ദെൻ ഈ എഫ് ഓഫ് എക്സുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഡൊമൈൻ ഓഫ് ജിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ ജി അപ്ലൈ ചെയ്യുന്നു. ഇതിൽ ഈ എഫിൻ്റെ റേഞ്ചിലും അതുപോലെ എഫിൻ്റെ റേഞ്ചിലും അതുപോലെ ജിയുടെ ഡൊമൈനിലും വരുന്ന ഈ പോയിൻറ്റ്സിൽ നമ്മൾ ജി അപ്ലൈ ചെയ്യുന്നു. ദെൻ ജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് കിട്ടും. ജി ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ഫംഗ്ഷനെ ഡൊമൈൻ ഓഫ് എഫിൽ നിന്നും ഉള്ള ഈ ഫംഗ്ഷനെ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചുള്ള എഫ് കോമ്പോസിഷൻ ജിയും അത് എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യണമല്ലോ. അതായത് ജി കോമ്പോസിഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്തോളണം എന്നില്ല. അതിലും ഇതേപോലെ ആ ഡൊമൈൻ്റെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ അതും എക്സിസ്റ്റ് ചെയ്യാം. സോ ഇതാണ് കോമ്പോസിഷൻ എന്നുള്ള ഓപ്പറേഷൻ. Now we consider an example, that is we take f and g be real functions, real numbers ആണ് ഡൊമൈനും റേഞ്ചും ഒക്കെ ആയിട്ട് വരുന്നത്. then f of x equal to x square, g of x equal to 2x plus 3. we have to find f composition g കാണണം, അതുപോലെ g composition f കാണണം. ആൻഡ് വാട്ട് ഈസ് ദർ ഡൊമൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡൊമൈൻ എന്താണ് എന്നും ചെക്ക് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 3 ആണ്. രണ്ടും പോളിനോമിയൽസ് ആണ്. സോ ഡൊമൈൻ എന്ത് വരും? ഡൊമൈൻ ഓഫ് എഫ് കംപ്ലീറ്റ് 6 വരും അല്ലേ? -∞ to +∞ ഏത് നമ്പറും പോസിബിളാണ്, പോളിനോമിയൽസ് ആയ കാരണം. അതുപോലെ ഡൊമൈൻ ഓഫ് ജി എന്ന് പറയുന്നതും ഇവിടെ എന്ത് വരും? പോളിനോമിയൽ തന്നെയാണ്, -∞ to +∞. അതുപോലെ റേഞ്ച് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് -∞ to +∞ തന്നെ എടുക്കാം. പോളിനോമിയൽസിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഓരോ റിയൽ നമ്പേഴ്സ് കിട്ടും. അതുപോലെ റേഞ്ച് ഓഫ് ജിയും -∞ to +∞. ദെൻ ജി കോമ്പോസിഷൻ എഫ് നമുക്ക് കാണണം. അപ്പോൾ ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക്
പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ ആ കോമ്പോസിഷൻ മാപ്പിംഗ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് എഫ് ഓഫ് എക്സ് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ്, അതായത് -∞ ടു +∞ ഉള്ള എലമെൻറ്റ്സ് ആണ്. ആ എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സുകൾ, അതായത് റേഞ്ച് ഓഫ് എഫ് അതിൽ കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം -∞ ടു +∞ ആണ്. സോ ഈ ഡൊമൈനും -∞ ടു +∞ വരും. ഓക്കെ, അതുപോലെ ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജി, അതും എന്തായിരിക്കും? -∞ ടു +∞. നൗ ജി കോമ്പോസിഷൻ എഫ് കണ്ടു കഴിഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ഡെഫിനിഷൻ. ജി ഓഫ് എഫ് ഓഫ് എക്സ്, അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് മീൻസ് x². അപ്പോൾ ജി നമുക്കറിയാം 2x + 3 ആണ്. അപ്പോൾ ജി ഓഫ് x² എന്തായിരിക്കും? എക്സിൻ്റെ പ്ലേസിൽ x² കൊടുക്കുക, 2x² + 3, that is 2x² + 3. Similarly, f composition g of x, f of g of x ആണ്. g of x എന്ന് പറഞ്ഞാൽ 2x + 3, f of x എന്ന് പറഞ്ഞാൽ x² ആണ്. അപ്പോൾ f of 2x + 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ 2x + 3, 2x + 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്ന് 2x² + 3യും രണ്ടാമത്തേത് 2x + 3 ഹോൾ സ്ക്വയറും ആണ്. In general, 2x + 3 whole square not equal to 2x² + 3. So we can say that G composition F is not equal to F composition G in general. Generally, അത് രണ്ടും ഈക്വൽ ആവണമെന്നില്ല. Now we have another question. Let f and g be functions defined by f of x equal to x + 1, g of x equal to √x. Find the functions G composition F and F composition G. What is the domain of G composition F? So we have two functions, f of x equal to x + 1 and g of x equal to √x. x + 1 ഒരു പോളിനോമിയലാണ്. സോ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് -∞ ടു +∞ വരും. g of x equal to √x ആണ്. √x അത് ഡിഫൈൻഡ് ആണെങ്കിൽ എക്സ് > 0 ആണ്. സോ ഡൊമൈൻ ഓഫ് ജി എന്ന് പറയുന്നത് 0 മുതൽ ∞ വരെ, 0 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലോസ്ഡ് 0 ഓപ്പൺ ∞ എന്ന് പറയുന്ന ഇൻ്റർവൽ ആയിരിക്കും. ഇനി റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് പോളിനോമിയലാണ് കൊടുക്കുന്നത് ഫങ്ഷൻ, അതുകൊണ്ട് -∞ ടു +∞ തന്നെ വരും. ഇനി ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് കാണണം. Domain of G composition F means it is the set of all elements in domain of F, അതായത് -∞ ടു +∞ ഉള്ള എലമെൻറ്റ്സ് ആണ്. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സുകൾ എവിടെ ഉണ്ടാവണം? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ജി ആണ്. അതായത് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ജി എന്ന് പറയുന്നത് 0 ∞ ആണ്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x + 1 ആണ്. x + 1 ബിലോങ്സ് ടു 0 ∞. That means 0 less than or equal to x + 1 less than ∞. അപ്പോൾ നമുക്ക് ഈ അങ്ങനെയുള്ള എക്സുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ +1 ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ത്രൂ ഔട്ട് -1 ആഡ് ചെയ്താൽ -1 less than or equal to x less than ∞ -1, that is ∞ again. സോ -1 മുതൽ ∞ വരെയുള്ളതായിരിക്കും നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സുകൾ. അതായത് ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് -1 ഓപ്പൺ ∞ എന്ന് പറയുന്ന ഇൻ്റർവെല്ലായിരിക്കും. ഇനി ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്ത് വരും? ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് ജി ആണ്, അല്ലേ? ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് ജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് 0 ∞. ഇതിലുള്ള എലമെൻറ്റ്സ് ആണ്. സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് എവിടെ ഉണ്ടാവണം? ഡൊമൈൻ ഓഫ് എഫിലുണ്ടാവണം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് √x ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ -∞ ടു +∞, അല്ലേ? √x
-∞ മുതൽ +∞ വരെയാണ്. അപ്പോൾ നമുക്ക് എക്സ് വേണം, സ്ക്വയർ ചെയ്യാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, സ്ക്വയർ ചെയ്യുമ്പോൾ അതൊന്നുകിൽ ഒരു സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് വരില്ല അല്ലേ. സോ √x സ്ക്വയർ അതെല്ലായ്പ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആവാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു √x ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് എഴുതാം. That is 0 less than or equal to x less than infinity. That means close to 0, open infinity. ഇതാണ് ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി. നൗ നമുക്ക് രണ്ട് ഫങ്ഷൻസ് കാണണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ജി ഓഫ് എക്സ് പ്ലസ് 1. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ √x ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ എക്സ് പ്ലസ് 1, √(x+1). ഇനി എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ √x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് √x ഈക്വൽ ടു എന്ത് വരും? എഫ് ഓഫ് എക്സ് ആകുമ്പോൾ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് √x എന്ന് പറഞ്ഞാൽ √x+1. സോ ഒന്ന് √(x+1) ഒന്ന് √x+1 ആണ് കിട്ടിയത്. രണ്ടും ഈക്വൽ അല്ല. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ജി കോമ്പോസിഷൻ എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ദാറ്റ് ഈ രണ്ട് ഫങ്ഷൻസും എഫ് കോമ്പോസിഷൻ ജി ഈസ് നോട്ട് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ആണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നൗ വി ഹാവ് another question. F of x equal to sin x, g of x equal to 1 minus 2x. Find the functions g composition f and f composition g. What are their domains? നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആയതുകൊണ്ടാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കോമ്പോസിഷൻ ഫങ്ഷൻ. രണ്ട് ഫങ്ഷൻ തന്നിട്ട് അതിൻ്റെ കോമ്പോസിഷൻസ് കാണാനും അതുപോലെ അതിൻ്റെ ഡൊമൈൻ ഡിഫൈൻ ചെയ്യാനും അല്ല. അപ്പോൾ ഇവിടെ എഫ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ജി ദാറ്റ് ഈസ് 1 മൈനസ് 2x. ഇവിടെ ജി ഒരു പോളിനോമിയലാണ്. ഡൊമൈൻ ഓഫ് ജി നമുക്ക് -∞ to ∞ എഴുതാം. എഫ് സൈൻ എക്സ് ആണ്. സൈൻ എക്സിൻ്റെ ഡൊമൈൻ നമുക്കറിയാം, ഇറ്റ് ഈസ് കംപ്ലീറ്റ് റിയൽ നമ്പറാണ്, -∞ to +∞. നൗ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് സൈൻ എക്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1നും +1നും ഇടയ്ക്കായിരിക്കും. ഇവിടെ റേഞ്ച് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജി ഒരു പോളിനോമിയലാണ്. സോ ഏത് റിയൽ നമ്പറും നമുക്ക് കിട്ടാം, -∞ to +∞. ഇനി ഡൊമൈൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് എഫ് ആണ്. ഡൊമൈൻ ഓഫ് എഫിലെ എലമെൻറ്റ്സ് ആണ്, അതായത് -∞ to ∞ എലമെൻറ്റ്സ് ആണ്. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സുകൾ, അതായത് എഫ് ഓഫ് എക്സ് എവിടെ വേണം? ഡൊമൈൻ ഓഫ് ജിയിൽ വേണം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ജി, -∞ to ∞. അപ്പോൾ എക്സ് എവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് കാണേണ്ടത്. എക്സ് നമുക്കറിയാം സൈൻ എക്സ് -∞ to ∞ എക്സ് എവിടെ ഉണ്ടാവും? സൈൻ എക്സിൻ്റെ എക്സ്, സൈൻ എക്സ് ഡിഫൈൻഡ് ആണെങ്കിൽ ആ എക്സ് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. ദാറ്റ് ഈസ് -∞ to ∞. ഇനി ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി ആണെങ്കിലോ, ദാറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ആൾ എലമെൻറ്റ്സ് ഇൻ ദി ഡൊമൈൻ ഓഫ് ജി, അതായത് -∞ to ∞ എലമെൻറ്റ്സ് ആണ്. സച്ച് ദാറ്റ് ജി ഓഫ് എക്സ് എവിടെ ഉണ്ടാവണം? ഡൊമൈൻ ഓഫ് എഫിൽ ഉണ്ടാകണം, അതായത് -∞ to +∞ ഉണ്ടാവണം. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2x. 1 മൈനസ് 2x ആണ് ഒരു പോളിനോമിയലാണ്. അത് -∞ to +∞ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ -∞ ലെസ് ദാൻ 1 മൈനസ് 2x ലെസ് ദാൻ ∞. ഇതിൽ നിന്ന്
1 ഒഴിവാക്കാം. നമുക്ക് ലെസ് ദാൻ -2x ലെസ് ദാൻ ഇൻഫിനിറ്റി പ്ലസ് 1 എല്ലാം ഇൻഫിനിറ്റി ആണ്. സോ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ -2x ലെസ് ദാൻ ഇൻഫിനിറ്റി. ദെൻ -2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് ഈ മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണ് എക്സ് കിട്ടുക. സോ ദാറ്റ് ഈസ് -∞ to ∞. ദിസ് ഈസ് ഡൊമൈൻ ഓഫ് എഫ് കോമ്പോസിഷൻ ജി. സോ രണ്ടിൻ്റെയും ഡൊമൈൻ -∞ to +∞ ആണ്. ഇനി ഫങ്ഷൻസ് എഫ് കോമ്പോസിഷൻ g of x equal to f of g of x, that's equal to f of 1 minus 2x, that is f of x sin x ആണ്. So f of 1 minus 2x sin of 1 minus 2x. Similarly g composition f of x equal to g of f of x, that's equal to g of sin x. g of x എന്ന് പറഞ്ഞാൽ 1 minus 2x ആണ്. സോ g of sin x equal to 1 minus 2 sin x. So this is the result. Now another question. Find two functions f and g such that capital F equal to g composition f. If capital F equal to x plus 2 all raised to 4. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് എഫും ജിയും കണ്ടുപിടിക്കണം. ഇവിടെ കോമ്പോസിഷൻ തന്നിട്ടുണ്ട്, ഫങ്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പോസിഷന് ക്യാപിറ്റൽ എഫ് എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ഓൾ റൈസ് ടു 4 ആണ്. അപ്പോൾ ഏത് രണ്ട് ഫങ്ഷൻസ് കോമ്പോസിഷൻ ചെയ്താലാണ് എക്സ് പ്ലസ് 2 ഓൾ റൈസ് ടു 4 കിട്ടുക എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. എക്സ് പ്ലസ് 2 ഉണ്ടാകുന്നു, ദെൻ അതിൻ്റെ 4th പവർ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ ജി കോമ്പോസിഷൻ എഫ് ആണ് തന്നിട്ടുള്ളത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമുക്കറിയാം, ഇറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് ആണ് കാണുന്നത്, അതിൽ ജി അപ്ലൈ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് പ്ലസ് 2 ഉണ്ട്, ദെൻ അതിന് 4th പവർ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം എക്സ് പ്ലസ് 2 നമ്മൾ ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് 4th പവർ ഡിഫൈൻ ചെയ്യണം. അതായത് രണ്ടാമത് ഏതാണോ ഫംഗ്ഷൻ അതാണ് 4th പവർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് എക്സ് പ്ലസ് 2 ആയിട്ട് എടുക്കാം. എക്സ് പ്ലസ് 2 ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4th പവർ എടുക്കുന്നത്, അതായത് എക്സ് റൈസ് ടു 4 എന്നുള്ള ഫംഗ്ഷൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 ദെൻ ജി ഓഫ് എക്സ് പ്ലസ് 2. ജി ഓഫ് എക്സ് എന്താണ്? എക്സ് റൈസ് ടു 4 ആണ്. അപ്പോൾ ജി ഓഫ് എക്സ് പ്ലസ് 2 എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 2 കൊടുത്താൽ എക്സ് പ്ലസ് 2 ഹോൾ റൈസ് ടു 4. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ്. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ആയിട്ടും ജി എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 4 ആയിട്ട് ഡിഫൈൻ ചെയ്താൽ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എന്ത് കിട്ടും? എക്സ് പ്ലസ് 2 ഓൾ റൈസ് ടു 4 എന്ന് കിട്ടും. നൗ another one. Let f of x equal to x minus pi by 2. g of x equal to 1 plus cos square x. h of x equal to root x. Find h composition g composition f. അതായത് മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ്. ഡെഫിനിഷൻ എഴുതിയാൽ h കോമ്പോസിഷൻ g കോമ്പോസിഷൻ f ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ആയിട്ടും ഒന്ന് രണ്ടെണ്ണം ഒരുമിച്ചും ഒന്ന് ഒറ്റയ്ക്കായിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് എച്ച് എടുത്തു, ജി കോമ്പോസിഷൻ എഫ് ഒന്നിച്ച് ആദ്യത്തെ ഒരു ഫംഗ്ഷനായിട്ട് എടുത്തു, ഒരു കമ്പാർട്ട്മെൻ്റായിട്ട്. അപ്പോൾ എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിനുള്ളിൽ വീണ്ടും അപ്ലൈ ചെയ്യാം. എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആദ്യം അപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് എക്സ് മൈനസ് പൈ ബൈ 2. ഇനി എച്ച് ഓഫ്
ജി ഓഫ് എക്സ് നമുക്കറിയാം 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. സോ ജി ഓഫ് എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് പൈ ബൈ 2. ഇനി എച്ച് ഓഫ് എക്സ് റൂട്ട് എക്സ് ആണ്. സോ എച്ച് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് പൈ ബൈ 2. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടും. നൗ അനദർ വൺ, മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ വരുന്ന മറ്റൊരു ഫംഗ്ഷൻ. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1. ഈ പ്ലസ് 1 റൂട്ടിന് പുറത്താണ്. ഫൈൻഡ് ഫങ്ഷൻസ് എഫ് ജി ആൻഡ് എച്ച് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അതായത് 3 ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. അത് 1 ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 3 ഫങ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. നേരത്തെ 2 എണ്ണമുള്ള കേസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ കോമ്പോസിഷൻ തന്നിട്ടുണ്ട് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. ദാറ്റ് ഈസ് 1 ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ഫംഗ്ഷനാണ്. അതായത് എഫ് ആദ്യം ഡിഫൈൻ ചെയ്യണം, ദെൻ ജി ഡിഫൈൻ ചെയ്യണം, ദെൻ എച്ച് ചെയ്യണം. ഇപ്പോൾ എഫ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ചെയ്യുന്നത് നമുക്കൊരു റൂട്ട് ഓഫ് 2x പ്ലസ് 3 ഉണ്ട്. ദെൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ 1 ബൈ റെസിപ്രോക്കൽ എടുക്കുന്നു. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുന്നതാണ് ഏറ്റവും അവസാനം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എച്ച് ആയിട്ട് ചെയ്യാം. ദെൻ പ്ലസ് 1 ആഡ് ചെയ്യുന്നത് ജി ആയിട്ട് ചെയ്യാം. എഫ് റൂട്ട് ഓഫ് 2x പ്ലസ് 1. ദാറ്റ് ഈസ് വി ടേക്ക് എഫ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2x പ്ലസ് 1 അല്ല 2x പ്ലസ് 3. ഓക്കെ, ആൻഡ് ജി ഈക്വൽ ടു പ്ലസ് 1 ആഡ് ചെയ്യാം, അതായത് എക്സ് പ്ലസ് 1. എച്ച് ഈക്വൽ ടു റെസിപ്രോക്കൽ എടുക്കുക 1 ബൈ എക്സ്. ദെൻ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. അതൊന്ന് കണ്ടു നോക്കാം, നമുക്ക് തന്നത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ് ബൈ ഡെഫിനിഷൻ. എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2x പ്ലസ് 3. ഓക്കെ, എച്ച് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. ഇവിടെയൊക്കെ എക്സ് ഉണ്ട് കേട്ടോ. എക്സ് എച്ച് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1. അതായത് ഇവിടെയുള്ള എന്താണോ, ഇവിടെ ഉള്ളത് എക്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളത് 2x പ്ലസ് 3 ആണെങ്കിൽ, റൂട്ട് ഓഫ് 2x പ്ലസ് 3 ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യും. ദെൻ എച്ച് ഓഫ് റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1. എച്ചിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ 1 ബൈ. അപ്പോൾ ഇവിടെ 1 ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1 ആഡ് ചെയ്യും. പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് 1 ബൈ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1. ദാറ്റ് ഈസ് ദി ഗിവൺ എഫ്. ഇനി ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2x പ്ലസ് 3 എന്നെടുത്തു, അല്ലെങ്കിൽ അത് 2x പ്ലസ് 3 എന്നെടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3 എന്നെടുക്കാം. അപ്പോൾ നമ്മൾ ജി എന്ന് പറയുന്നത് 2x പ്ലസ് 3യുടെ റൂട്ട് എടുത്തിട്ട് 1 ആഡ് ചെയ്യുക എന്നാക്കിയാൽ മതി. അതായത് റൂട്ട് എടുക്കുക ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ജിയുടെ കൂടെയുള്ള വേരിയബിൾ ഏതാണോ അതിൻ്റെ റൂട്ട് എടുക്കുന്നു, ദെൻ 1 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുമ്പോൾ ജി ഓഫ് 2x പ്ലസ് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2x പ്ലസ് 3 പ്ലസ് 1. ദെൻ എച്ച് എന്ന് പറയുന്നത് 1 ബൈ എക്സ്. അങ്ങനെ പല രീതിയിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.